ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ആംപ്ലിഫയർ ഉണ്ട്. നമ്മുടെ കുറേ ആംപ്ലിഫയർ ഉണ്ട്, ഡി ക്ലാസ് ആംപ്ലിഫയർ. ഈ ആംപ്ലിഫയർ ആർക്കാണ് ഉപകരിക്കുന്നത് ചോദിച്ചാൽ, നല്ല ഹോം തിയേറ്റർ മേടിച്ചിട്ട് കംപ്ലൈൻ്റ് ആയി മദർ ബോർഡ് പോയി 10-15,000 രൂപ മദർ ബോർഡിനാവും എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് വേണ്ടി. പിന്നെ നമുക്ക് ഒരു സൗണ്ട് ബാർ ഉണ്ട്, അതിൻ്റെ സൗണ്ട് ബാർ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടി. പിന്നെ വളരെ ഹൈഫൈ സിസ്റ്റം ഉണ്ട്, ഹൈഫൈ സിസ്റ്റത്തിൻ്റെ സ്പീക്കേഴ്സ് കംപ്ലൈൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടി. അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഹോം തിയേറ്റർ ആംപ്ലിഫയർ ആണ്. ഇതാണ് ഒരു മോഡൽ ആംപ്ലിഫയർ. ഇതതിൻ്റെ അടുത്ത പവർ കൂടി, ആ കാണുന്നത് അതിൻ്റെ പവർ കൂടിയ ആംപ്ലിഫയർ. അടുത്തത് അതിൻ്റെ പവർ കൂടിയ ആംപ്ലിഫയർ. അപ്പോൾ നിങ്ങളുടെ സെറ്റുകൾ ഏതാണെന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചാൽ മതി. ഏത് ആംപ്ലിഫയർ ആയിരിക്കും നിങ്ങൾക്ക് അനുയോജ്യമായെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് തരാം. ഇത് വർഷങ്ങളായിട്ട് ഞങ്ങൾ ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ കണ്ടമാനം മാർക്കറ്റിലുണ്ട്. അത് മേടിച്ച് പൈസ പോകാതിരിക്കുക. വളരെ വില കുറച്ചൊക്കെ ഇത് കാണിച്ചിട്ട് അതാണെന്നൊക്കെ പറഞ്ഞ് തരും. നിങ്ങൾക്കറിയാലോ, പല സ്ഥലങ്ങളിലും ഇത് അവൈലബിൾ ആണ്. ചതിക്കുഴിയിൽ വീഴാതിരിക്കുക. നമ്മൾ അത്യാവശ്യം ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി രീതിയിലാണ് ഇതിൻ്റെ അടിമുടി നമ്മളിത് അസംബിൾ ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ വേണ്ടവർക്ക് നമ്മുടെ 9447208809 എന്ന് പറഞ്ഞ നമ്മുടെ ചാനലിൽ കയറാം. ആ ഫോൺ നമ്പറിൽ വിളിക്കാം. നമ്മുടെ ചാനൽ ടെക് ട്രാവൽ ബൈ സോണി ജിൻസി എന്നുള്ള ചാനലാണ്. നമ്മൾ കോട്ടയം ജില്ലയിലുള്ള കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ അടുത്തുള്ള ടൗൺ എന്ന് പറഞ്ഞാൽ പൊൻകുന്നം, മുണ്ടക്കയം, എരുമേലി, മണിമല, ഈരാറ്റുപേട്ട, പാല തുടങ്ങിയ സ്ഥലങ്ങൾ നമ്മുടെ അടുത്തുള്ള ടൗണുകളാണ്. ഈ ടൗണുകളിൽ വന്ന് വളരെ ഈസി ആയിട്ട് കാഞ്ഞിരപ്പള്ളി എന്ന ടൗണിലേക്ക് അക്സസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ നേരിട്ട് വന്ന് ഇത് കാണാം. അല്ലാതെ നിങ്ങൾക്ക് വന്നും മേടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കൊറിയറിലും അയച്ചു തരാം. അപ്പോൾ നമ്മുടെ ഇത് വീടുകളിൽ മാത്രമല്ല, വീടുകളിൽ ഉപയോഗിക്കാം, പബ്ബുകളിൽ ഉപയോഗിക്കാം, നമുക്ക് വല്ല ഡാൻസിങ് ബാറൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കാം, ബാറിൽ ഉപയോഗിക്കാം, ഹോട്ടലിൽ ഉപയോഗിക്കാം. പിന്നെ എന്നാ പറയുന്നത്, ഇപ്പോൾ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പരിപാടി എന്നാണ്, മുടി വെട്ടുന്നതിന് എന്നാടാ പറയുന്നത്, സ്പാകളിൽ ഉപയോഗിക്കാം. സ്പാ എന്നായാലും ആട്ടെ. പിന്നെ ഈ മറ്റേ കുത്തുന്നിടത്ത് ഉപയോഗിക്കാം. അപ്പോൾ എവിടെ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. വീട്ടിൽ ഉപയോഗിക്കാം. പക്ഷെ വേറൊരു സ്ഥലത്ത് ഉപയോഗിക്കാം. കാറയിൽ ഉപയോഗിക്കാം, വണ്ടിയിൽ ഉപയോഗിക്കാം, ടൂറിസ്റ്റ് ബസ്സിൽ ഉപയോഗിക്കാം, ടെമ്പോ ട്രാവലർ ഉപയോഗിക്കാം, കുഞ്ഞു ബസ്സിൽ ഉപയോഗിക്കാം, വലിയ ബസ്സിൽ ഉപയോഗിക്കാം. അതായത് 12 വോൾട്ട് തൊട്ട് 24 വോൾട്ട് വരെയുള്ള വോൾട്ടേജ് ഉള്ള ഏത് വണ്ടിയിലും ഉപയോഗിക്കാവുന്ന അതിമനോഹരമായ ഒരു സബ് വൂഫർ ഔട്ടുള്ള ആംപ്ലിഫയറാണ്. പിന്നെ സബ് വൂഫറിന് വേറെ സബ് ഒന്നും വെക്കേണ്ട കാര്യമില്ല. നേരെ സ്പീക്കർ ആൻഡ് സബ് വൂഫർ ഔട്ടുള്ള അടിപൊളി ഒരു ആംപ്ലിഫയറാണ്. ഇത് നമുക്ക് പെൻഡ്രൈവ് കണക്ട് ചെയ്യാം, ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം, ഓക്സ് കണക്ട് ചെയ്യാം, മൈക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് വിളിച്ചോ, അയച്ചു തരാം. മറ്റേത് കുറച്ചുള്ള സെറ്റും ഇരിപ്പുണ്ട്. അതിനകത്ത് 2 പിന്നെ വരും. ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങുന്നത് ഒരു സി ഇലക്ട്രോണിക്സ് എന്ന് പറയും. അവിടെ ഉപയോഗിക്കും. അവർ പോലീസിനുള്ള അവരുടെ ഉണ്ടായാലേ ഉള്ളൂ, വേറെ ആരും ഇവിടെ ഇല്ല. ഇതൊരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. മറ്റേത് സ്വിച്ചും ഇല്ല. ഇത് ഓൺ ഓഫ് സ്വിച്ച്. ഓൺ ഓഫ് സ്വിച്ച് ഇപ്പം കണക്ഷനായി. ഇതിപ്പോൾ മിന്നിക്കൊണ്ടിരിക്കുമ്പോൾ ബ്ലൂടൂത്തിന് വേണ്ടി സെർച്ച് ചെയ്യാവുന്നതാണ്. ബ്ലൂടൂത്ത് നമുക്ക് ബ്ലൂടൂത്ത് എടുക്കാം. ഇത് പുതിയ ഇന്നലെ ചെയ്തല്ലേടി? ഹലോ, നോക്കാവേ. എന്നിട്ടപ്പോൾ നമ്മൾ ഇതിന് നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഉള്ളതായത്
മറ്റേ ബ്ലൂടൂത്ത് കണക്ട് ആയി കഴിയുമ്പോൾ ബ്ലൂടൂത്ത് ആകുമ്പോൾ ചുമല മിന്നിച്ച് നിൽക്കും. നീലം മിന്നിച്ച് നിൽക്കും. ഇതിന് ആപ്ലിക്കേഷൻ ഉള്ള ബോർഡ് ആയതുകൊണ്ട് ഇത് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ബ്ലൂടൂത്ത് ആപ്പ് കൂട്ടിയുള്ള ഒരു പേര് വരും. ഇത് നോക്കട്ടെ, ആയതുണ്ടോ ബ്ലൂടൂത്ത് ആപ്പ് എന്നാണ് ഇതിന്റെ പേര്. അല്ല ഇസർക്ക ടി, മറ്റേതാണ് ഇസർക്ക TV21 എന്നാണ് വരുന്നത്. ഇത് ആ പേരുണ്ടെങ്കിൽ ഇതിനകത്ത് ബോർഡ് വേറെ. ബ്ലൂടൂത്ത് ആപ്പ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ മൊബൈലിലുള്ള ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാം. ഹലോ, TV21 ഈ കാറ്റഗറിയിലുള്ള എല്ലാ സെറ്റിൻ്റെയും പേര് TV21 എന്നാണ്. 8 ടൈപ്പും കാണുന്നുണ്ട് TV21. അപ്പോൾ പല വിലയുടെ സാധനമുണ്ട്. അത് നല്ലത് നോക്കി നമ്മൾ വിശ്വസിക്കാവുന്ന ആൾക്കാരുടെ നിന്ന് മേടിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനം. TV21 മേടിച്ചേക്കല്ല എൻ്റെ കാശ് പോയി എന്ന് പറയും. അതിൽ കാര്യമില്ല. നമുക്ക് നമ്മുടെ നാട്ടിലെ പ്രസ്ഥാനം അറിയാമല്ലോ, ഒരു സാധനം ഇറങ്ങി വിജയിച്ചാൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഫിനോലെക്സിൻ്റെ കേബിൾ, ഏറ്റവും നല്ല കേബിൾ ഫിനോലെക്സാണ്. അതിൻ്റെ ഏറ്റവും കൂടുതൽ ഡ്യൂപ്ലിക്കേറ്റ് കേബിൾ വരുന്നത്. അത് നമ്മൾ കോയമ്പത്തൂരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പകുതി വിലയ്ക്ക് കിട്ടും. ഫിനോലെക്സ് സെയിം പാക്കറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ഓർക്കും ഇത് ഒറിജിനലാണെന്ന് ഓർത്ത് മേടിക്കും. പക്ഷേ പെട്ടെന്ന് കോപ്പറൈസ്ഡ് വന്നത് കറുത്തു. എന്ന് പറഞ്ഞതുപോലെ ഈ TV21 എന്ന് പറഞ്ഞ ഈ സാധനം നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ 100 ഇരട്ടി വിജയിച്ച സാധനം. നമ്മളൊരു 3 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം. നമുക്ക് ആദ്യം തൊട്ട് സപ്ലൈ ചെയ്യുന്ന പാർട്ടിയുടെ സാധനം പക്കായ. അവർ വില കുറച്ചിട്ടില്ല ഇന്ന് വരെ. വില കൂട്ടിയിട്ടേ ഉള്ളൂ. പുതിയ പുതിയ ഫീച്ചേഴ്സ് വരുമ്പോൾ വില കൂട്ടി. ഇത് ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്, ആപ്ലിക്കേഷൻ ഉണ്ട്, പെൻഡ്രൈവ് നമുക്ക് കൺട്രോൾ ചെയ്യാം, എല്ലാം ചെയ്യാവുന്ന സാധനം. അതേസമയം കുറഞ്ഞ സാധനം ചെറിയ വിലയ്ക്ക് കിട്ടുന്ന സാധനമുണ്ട്. അപ്പം ഈ വില പറയുന്നില്ലെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ്. ചെറിയ വിലയുടെ സാധനം എൻ്റെ കൂടി ഇരിപ്പുണ്ട്. ഞാനിപ്പോൾ സാറിനെ രണ്ടും കാണിച്ചല്ലോ, മനസ്സിലായില്ല. അതിപ്പോൾ യൂട്യൂബിലൂടെ ഇട്ട് കാണിച്ച് തരേണ്ട കാര്യമില്ല. അപ്പോൾ അറിയാവുന്ന വിശ്വസ്തമായ ആൾക്കാരുടെ നിന്ന് മേടിക്കുക. ഇതിന് ഒരു കംപ്ലൈൻറ്റും വരത്തില്ല. ഇന്ന് വരെ ഞാൻ അവരുടെ കൊടുത്ത ഒരു സാധനവും കേടായിട്ടില്ല. ഒറിജിനൽ IC വെച്ചുള്ള സാധനത്തിൽ ഇതിന് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇത് സപ്ലൈ തിരിച്ചു കൊടുത്താൽ പോലും ഇത് പോകില്ല. ഇപ്പോൾ ഈ നെഗറ്റീവും പോസിറ്റീവും തിരിച്ച് കണക്ഷൻ കൊടുത്താൽ പോലും പോകില്ല. മറ്റേത് അന്നേരവും സ്പീക്കറിൻ്റെ കൊടുത്താൽ അല്ലെങ്കിലും പോകില്ല. ഇപ്പം അതുപോലെ തന്നെ സ്പീക്കർ തെറ്റായിട്ടുള്ള സ്പീക്കറാണ് കൊടുക്കുന്നതെങ്കിൽ അത് കട്ട് ഓഫ് ആവും. സ്പീക്കർ പ്രൊട്ടക്ഷൻ എന്ന് പറയും. ആ പ്രൊട്ടക്ഷൻ ഇതിനുണ്ട്. വീണ്ടും അത് ഓഫായി നമുക്ക് കാണിക്കും ഇത് സ്പീക്കർ പ്രോബ്ലമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ സ്പീക്കർ അങ്ങ് മാറ്റി വെച്ചാൽ. എവിടെയാണ് സാറിൻ്റെ സ്ഥലം? എവിടെയാണ്? മണിമലക്കാരൻ, അടുത്തുള്ള ആൾ തന്നെ. ഓക്കെ. സാറിന് ഞങ്ങൾ എപ്പോഴും രാവിലെ തുറക്കുമ്പോൾ ദൂരെയുള്ള 3-4 പേര് കാണുന്ന അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് ഓക്കെ അല്ലേ? എടുത്തേക്കട്ടെ. പിന്നെ ഇതിൻ്റെ പെൻഡ്രൈവ് കൂടെ ചെക്ക് ചെയ്തേക്കാം. പിന്നെ മൈക്ക് വേണേലും ഇതാ കൊടുക്കാം കേട്ടോ. മൈക്ക് ഇത് നേരിട്ട് കൊടുത്താൽ മൈക്കും വർക്ക് ചെയ്യും, ഓക്സിന്. പിന്നെ നമുക്ക് TV സൗണ്ടും ഇവിടെ കൊടുക്കാം. ആപ്ലിക്കേഷനോടെ പറഞ്ഞു കൊടുത്താലും ജിൻസി. പണ്ടത്തെ ചരിത്രത്തിൽ സഹതായ മനസ്സുകൊണ്ടൊരുക്കമായി ആൾക്കാർ ഓർക്ക് ഇതിൻ്റെ ഒരു വലിപ്പം കാണുമ്പോൾ ഇതിന് വലിയ പവറൊന്നും ഇല്ലെന്ന്. ഇതൊരു 1 ലക്ഷം രൂപയുടെ ഒരു AVR കിട്ടുന്നതിനേക്കാൾ എഫക്റ്റുള്ള സാധനമാണ്.
അതാണ് ഇത് ഇത്രയും വിജയിച്ചത്. കാരണം ഈ തുച്ഛമായ വിലയ്ക്ക് ഇത്രയും പെർഫോമൻസ് ആയ വളരെ ഒതുക്കമുള്ള വളരെ കുറച്ച് കറണ്ട് കൺസെപ്റ്റ് ചെയ്യുന്ന സാധനം. വിലയെന്ന് പറഞ്ഞാൽ പിന്നെ ഏതാ 20-ലൊന്നും വില പോലും ഇല്ല ഒരു AVR-ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ഇത് ഹിറ്റായതും. ഇതിൻ്റെ ഓഡിയോ കേട്ട ഒരാൾ ഇത് വാങ്ങാതെ പോകില്ല, കാരണം അത്ര നല്ല പഞ്ചാണ്. ഞാൻ കൊടുത്തിരിക്കുന്ന സ്പീക്കർ എന്ന് പറഞ്ഞാൽ പഴയ സ്പീക്കറാണ്. എൻ്റെ വീട്ടിലിരുന്ന ഒരു സെറ്റിൻ്റെ സ്പീക്കറും ഊഫറും കേടായി പോയ സെറ്റിൻ്റെ ഞാൻ എടുത്തുകൊണ്ടെന്ന് വെച്ചതാണ്. അതൊരു 6 ഇഞ്ച് പോലും ഇല്ലാത്ത പഴഞ്ഞ സ്പീക്കറാണ്. അതല്ല അതിനകത്ത് രസം. കഴിഞ്ഞ ദിവസം ഒരു പുള്ളി വന്നിട്ട് ഇവിടെ പറഞ്ഞു, ആ സ്പീക്കർ നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സ്പീക്കറില്ലേ എൻ്റെയാണ്, ഞാൻ എൻ്റെ വേറൊരാളുടെ കൊടുത്തു വിട്ട് അയാൾ ഇവിടെ കൊണ്ടു തന്നതാണ്. അയ്യോ, ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ ആണെങ്കിൽ അത് ഇതുകൊണ്ടുവാ, ഇത് എൻ്റെ സെറ്റാണെന്നുള്ളത് എനിക്കറിയാമല്ലോ. എൻ്റെ എത്രയോ വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന സെറ്റിൻ്റെ സ്പീക്കർ അവരിവിടെ കൊണ്ടുവന്ന് വെച്ച് അതുവരെ വീഡിയോയിൽ കണ്ടിട്ട് അത് എൻ്റെയാന്ന് പറഞ്ഞു വന്നു. അത് കൂട്ട് കേസ് കേട്ടാ ഇവിടെ ആൾക്കാരുടെ പരിപാടി. എൻ്റെ സെറ്റാണ് ഈ നിങ്ങളവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞു. അതല്ല, വേറൊരു രസം ഉണ്ടായ ഒരു രസം എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഇംപെക്സിൻ്റെ ഒരു സെറ്റ് റെഡിയാക്കി. ഇംപെക്സിൻ്റെ സെറ്റ് റെഡിയാക്കി ഞാനിവിടെ വെച്ചിട്ട് പിന്നെ വീഡിയോ കണ്ടു. ഒരു പയ്യൻ വന്ന ഇന്നലെ സാർ ചെയ്ത ഇംപെക്സിൻ്റെ സെറ്റിൻ്റെ ഓണറാന്ന് പറഞ്ഞു. പേപ്പർ തരാം, ഞങ്ങൾ എല്ലാത്തിനും പേപ്പർ കൊടുക്കും, ഞങ്ങൾക്ക് എല്ലാത്തിനും രേഖയുണ്ട്. അതുപോലെ തന്നെ 2 മാസം കഴിഞ്ഞ സെറ്റുകൾ അൺകളക്റ്റഡ് ഐറ്റംസാണ്. നമ്മളിത് ശരിയായാലും ശരിയായില്ലെങ്കിലും കൊണ്ടുപോകാൻ പറയും. പിന്നെ എന്നാലും നമ്മളൊരു 6 മാസം വരെയൊക്കെ എന്നാണേലും ഈ സാധനം കീപ്പ് ചെയ്യും. ഈ 6 മാസത്തിന് മേളിൽ വരുന്ന സെറ്റുകളൊന്നും ഇവിടെ സൂക്ഷിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ഒരു ആക്രിക്ക് കൊടുക്കും. അത് കഴിഞ്ഞ് ചോദിച്ചു വന്നിട്ടും കാര്യമൊന്നുമില്ല, തിരിച്ചു കൊടുക്കത്തുമില്ല. കൊടുക്കാൻ നമുക്ക് ബാധ്യസ്ഥനല്ല, നമ്മൾ എഗ്രിമെൻറ്റ് ചെയ്ത് ഒപ്പിടിച്ചിട്ടാണ് എടുക്കുന്നത്. എഗ്രിമെൻറ്റിനകത്ത് 2 മാസം എന്നുള്ളത് ഞങ്ങൾ 6 മാസം വരെ ചിലപ്പോൾ കൊടുത്തെന്നിരിക്കും. ഈ 1 വർഷമോ 1.5 വർഷവും കഴിഞ്ഞിട്ട് എൻ്റെ സെറ്റ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് വന്നിട്ട് വല്ല കാര്യം എനിക്കിത് സൂക്ഷിക്കാൻ വാടകയും കൊടുത്ത് ഇവിടെ വെക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ആ വാടക കൊടുത്ത് തന്നെ നമ്മളിത് കീപ്പ് ചെയ്ത് തന്നെ പൈസ ഇങ്ങോട്ട് തരേണ്ടി വരും ഈ സാധനം. അതല്ല എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. ചിലപ്പോൾ അയാളുടെ സെറ്റ് അതുപോലെ ആരെങ്കിലും കൊണ്ടുപോയിട്ട് കാണും, പറഞ്ഞ മനസ്സിലായില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ അത് എൻ്റെ ആന്ന് പറഞ്ഞ് വന്നു. ഞങ്ങൾ പറഞ്ഞ് പേപ്പർ വീട്ടിലുണ്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പോയി. പേപ്പറുമായിട്ട് വരുവാണെങ്കിൽ നോക്കാം. നമ്മൾ എഴുതി കൊടുക്കും, എല്ലാ പേപ്പറിനും സ്റ്റിക്കറും എല്ലാം എഴുതി കൊടുത്താൽ നമ്മൾ വിടുന്നത്. അതിന് 2 മാസത്തേനാണ്. പിന്നെ നമ്മൾ സമയം നീട്ടുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടേതായ കാരണം കൊണ്ട്, അതായത് ഞങ്ങൾ 2 കാര്യങ്ങൾ, ഒന്നെങ്കിൽ സെറ്റ് നന്നാക്കി വെക്കുക, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്ത് എഗ്രിമെൻറ്റിൽ പ്രത്യേകം പറയുന്നുണ്ട്, റിപ്പയർ ഓർ റിജക്റ്റ്. റിജക്റ്റ് ചെയ്യാൻ ഞാൻ താമസിച്ചാൽ, അല്ല ഞാൻ റിപ്പയർ ചെയ്യാൻ താമസിച്ചാൽ അത് എൻ്റെ വീഴ്ച. ആ വീഴ്ചയിൽ ഞാൻ എത്ര നാൾ വന്നാലും ഞാൻ സെറ്റ് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ റിപ്പയർ ചെയ്ത് ബില്ല് പറഞ്ഞിട്ട് പോയി എടുത്തുകൊണ്ട് പോകാത്ത അവരുടെ വീഴ്ച. ഞാൻ നന്നാക്കാൻ പറ്റിയാലെന്ന് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെടുത്തുകൊണ്ട് പോകാത്ത അവരുടെ വീഴ്ച. അതാണ് അതിൻ്റെ അകത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ആ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് നമ്മളും ഒപ്പിട്ട് കൊടുത്ത് അവരെ കൊണ്ട് ഒപ്പിട്ട് മേടിച്ചിട്ടാണ് നമ്മളിവിടെ ഓരോ വർക്കും എടുക്കുന്നത്. എന്നിട്ട് വരെ അപ്പം ഞാൻ പറഞ്ഞു, മോനെ ഇത് ഞങ്ങളൊരു പേപ്പറൊന്നും ഒന്ന് ചേട്ടൻ തന്നില്ല, ഇവൻ തർക്കിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു, പേപ്പർ തരാതെയോ രേഖകളില്ലാതെയോ ഞങ്ങൾ ഒരാളുടെയും സാധനം ഇവിടെ വാങ്ങാറില്ല. പിന്നെ അഥവാ ഇനിയിപ്പം ഇവിടെ അല്ലാതെ വേറെ കടകളിൽ കൊണ്ടുപോയി വെക്കുന്ന ചില ആൾക്കാർ, എങ്കിലും അവരുടെ പേരും ഫോൺ നമ്പരും നമ്മൾ മേടിച്ച് ഞങ്ങളിവിടെ രജിസ്റ്റർ ഇട്ടാണ് അത് വെക്കുന്നതെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ആ പേപ്പറുമായിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ പോയതല്ലാതെ അവൻ വന്നിട്ടില്ല. പക്ഷേ കുറച്ച് ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ഓണർ പേപ്പറുമായിട്ട് വന്ന് സാധനം കൊണ്ടുപോയി ചെയ്തു. മനസ്സിലായില്ലേ? വീഡിയോയിൽ കണ്ടിട്ട് എൻ്റെ ആണെന്ന് പറഞ്ഞ് വരിക. നിങ്ങളിവിടെ ചെക്ക് ചെയ്ത് ഇപ്പോൾ ഇന്നലെ നന്നാക്കിയില്ല, സെറ്റ് എൻ്റെ ആണേ, ഒന്ന് തന്നേക്കാവോ എന്ന്. പെട്ടെന്ന് നമ്മൾ ശരി അമൗൻ്റെ ആണോ എന്ന് പറഞ്ഞ് എടുത്തു കൊടുത്താൽ തീർന്നില്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഈ പേപ്പറൊക്കെ എത്രയോ പേര് ഇവിടെ വരുന്നത്. പേരെങ്ങനെയാ? പ്രകാശ്. അപ്പോൾ പ്രകാശ്, കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. നമ്മുടെ സ്പീക്കറിൻ്റെ വയർ സാധാരണ രീതിയിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ചുമന്നതും കറുത്ത വയർ വന്നാൽ എപ്പോഴും ചുമന്നത് പോസിറ്റീവ് ആയിരിക്കും. പിന്നെ ഒരു വരയുള്ള വയറും ഒരു കറുത്ത വയറും കൂടെ വന്നാൽ വരയുള്ളത് പോസിറ്റീവ് ആയിരിക്കും. ബ്ലാക്കിനാണ് എപ്പോഴും നെഗറ്റീവ് എന്നുള്ള ഒരു മുഖം. ബ്ലാക്ക് അല്ലാതെയുള്ള ബാക്കി കളർ പോസിറ്റീവ് ആയിരിക്കും. ഇപ്പോൾ സോണിയുടെയൊക്കെ സ്പീക്കറുകൾ പലതും കണ്ടിട്ടുണ്ട്, 2ഉം ബ്ലാക്ക് ആയിരിക്കും, പക്ഷേ ഒരെണ്ണത്തിൽ ഒരു വൈറ്റ് വര കാണും. ഈ വൈറ്റ് വരയുള്ളത് പോസിറ്റീവും ബ്ലാക്കും നെഗറ്റീവും ആയിരിക്കും. അങ്ങനെ നോക്കി നമ്മൾ കൊടുക്കുക. ഇനി അഥവാ അത് തിരിഞ്ഞു പോയെന്നോർത്ത് വേറെ കേടൊന്നും വരുമൊന്നുമില്ല. അതുകൊണ്ട് വരുന്ന പ്രശ്നം വെച്ചാൽ സ്പീക്കർ അകത്തേക്ക് വലിയുന്നതുകൊണ്ട് നമുക്ക് ആ പഞ്ച് കുറയും. പുറത്തേക്കാണല്ലോ സ്പീക്കർ താഴെ പാടുമ്പോൾ, അതിന് വേറെ അകത്തേക്ക് വലിയും, പോസിറ്റീവ് നെഗറ്റീവ് തിരിഞ്ഞു വരും. ഇനി സബ്ബൂഫർ സാറിന് കൊടുക്കാനില്ല, സബ്ബൂഫർ കൊടുക്കാതിരുന്നിട്ട് ഇത് സബ്ബൂഫറിൻ്റെ ഓളിയോ ഇതങ്ങ് താത്ത് ടച്ചാണ്. അപ്പോൾ സബ്ബൂഫർ ഓൾറെഡി വർക്കിംഗ് അല്ലാതെ പോകും. മറ്റേ സ്റ്റീരിയോ ആയിട്ട് ഇത് വർക്ക് ചെയ്തു. സ്റ്റീരിയോയ്ക്ക് ബാസ്, ട്രിബിള്, ഓളിയം, ഓൺ ഓഫും ഉണ്ട്. ഇതേ തന്നെ ഓൺ ഓഫ് ഉണ്ട് കേട്ടോ. ഒന്നുകൂടെ തിരിച്ചു ഓൺ ഓഫാണ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ സംഭവം. അതായത് നമുക്കിവിടെ കാഞ്ഞിരപ്പള്ളിയുടെ വികസനത്തിന് MLA-മാരുടെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ അത്യാവശ്യമാണല്ലോ. അപ്പോൾ പണ്ട് ജോർജ് മാത്യു എന്ന് പറഞ്ഞൊരു MLA ആയിരുന്നു, കോൺഗ്രസിൻ്റെ. പുള്ളി മുനിസിപ്പൽ സ്റ്റേഷൻ പണിയാമെന്ന് എപ്പോഴും പറയുമായിരുന്നു. പുള്ളി ഓരോ ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും കുറച്ച് മരമൊക്കെ ഇവിടെ മുറിക്കും. ഞാൻ കുറ്റമായിട്ട് പറയല്ല, അവർക്ക് പറ്റാഞ്ഞിട്ടായിരിക്കാം.
അങ്ങനെ അന്നേരം മുനിസിപ്പലിറ്റേഷൻ ഇത്. പക്ഷേ അൽഫോൺസ് കണ്ണന്താനം ഇവിടെ MLA ആയിട്ട് വന്നപ്പോൾ LDFിൻ്റെ 2 MLA-മാരാണ് എൻ്റെ ഓർമ്മയിലൂടെ ഉള്ളത്. ഒന്ന് KJ തോമസ് എന്ന് പറഞ്ഞ നമ്മുടെ പാർട്ടി കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിട്ടിരുന്ന KJ തോമസ്, പുള്ളി നല്ല ഒരു MLA ആയിരുന്നു. പിന്നെ വന്നത് ജോർജ് മാത്യു ആയിരുന്നു. പിന്നെ നേരത്തെ കരിപ്പാപ്പറമ്പിലേക്ക് MLA-മാരൊക്കെ ഇരുന്നിട്ടുണ്ട് കേട്ടോ, അവരൊക്കെ നല്ല ഇതായിരുന്നു, മോശമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ ഒരു മിനി സിവിൽ സ്റ്റേഷൻ ഉണ്ടാകുക എന്നുള്ളത് കാഞ്ഞിരപ്പള്ളിയുടെ ഒരു വളർച്ചയായിരുന്നു. ആ വളർച്ചയ്ക്ക് അൽഫോൺസ് കണ്ണന്താനം തന്നെ വേണ്ടി വന്നു. അദ്ദേഹം ഒരു 150 ദിവസം കൊണ്ടോ 200 ദിവസം കൊണ്ടോ കണ്ട് പെട്ടെന്ന് ഇത് പണിതു. നല്ല രീതിയിൽ വലിയ കുഴപ്പമില്ല, നല്ലൊരു ഇത് വന്ന ഒരു കാഞ്ഞിരപ്പള്ളിക്ക് ഒരു അടയാളം വന്നു. അല്ലെങ്കിൽ ഇവിടെ കുറേ ഇടിഞ്ഞ് വീഴാറായ കുറേ ബിൽഡിങ്ങും ഒരു താലൂക്ക് ഓഫീസ് അവിടെ, മറ്റേത് ഇവിടെ, മറിച്ചത് ഇവിടെ, എല്ലാം കൂടെ നമുക്ക് ഒരാൾക്ക് ഒരു ആവശ്യത്തിനായിട്ട് പോയി കഴിഞ്ഞാൽ കാഞ്ഞിരപ്പള്ളി മുഴുവൻ ഓട്ടോറിക്ഷ വിളിച്ച് നടന്നാൽ പോലും കുറേ എണ്ണം പൊൻകുന്നത്ത്, കുറേ എണ്ണം പാറത്തോട്, അങ്ങനെയൊക്കെ ആയിരുന്നു കിടന്നത്. അങ്ങനെ കിടന്ന ഓഫീസെല്ലാം കൂടെ ഒന്നിച്ച് വരുമ്പോൾ നമുക്കിപ്പോൾ ഒരു ആവശ്യത്തിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നില കയറി ഇറങ്ങിയാൽ മതി, നമുക്ക് ആ ഒരു കുടക്കീഴിലെല്ലാം നടക്കാം. അത് പുള്ളി ചെയ്തതാണ്. പിന്നെ രാഷ്ട്രീയമൊക്കെ പോട്ടെ, പുള്ളി അതിനകത്ത് രാഷ്ട്രീയം നോക്കിയൊന്നുമല്ല ചെയ്തത്, പുള്ളി നന്നായിട്ട് ചെയ്തു. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ കാഞ്ഞിരപ്പള്ളിക്ക് ഇനി അത്യാവശ്യമായിട്ടുള്ളത് ഒരു ബൈപ്പാസ്സാണ്. ഈ ബൈപ്പാസ് ഇപ്പോൾ ജയരാജ് കയറിയിട്ടാണെങ്കിലും 10 കൊല്ലമായി ഒത്തിരി തടസ്സങ്ങളാണ്. പുള്ളിയും കുറ്റം പോയതിൻ്റെ കാര്യമില്ല. കാരണം തടസ്സം എന്ന് പറഞ്ഞാൽ സ്ഥലം ഏറ്റെടുക്കുന്നതിൻ്റെ കാര്യം സുപ്രീം കോടതി വരെ പോയെന്നാണ് എൻ്റെ ഒരു അറിവ്. ഈ സ്ഥലം ഏറ്റെടുക്കുമായിട്ടുള്ള ബന്ധപ്പെട്ട് എന്നാണേലും ഒരു കമ്പനി വന്ന് പണി തുടങ്ങി വെച്ചിട്ട് അവന്മാർ കുറേ പൈസ ഇല്ലായിട്ട് അവന്മാർ പോയി. ഇനിയിപ്പോൾ അടുത്ത ആളെ കണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പണി നടക്കുന്നു. ചില ദിവസങ്ങളിൽ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ 1.5 മണിക്കൂറൊക്കെ ആൾക്കാർ ഇവിടെ പ്രായം പോലെ ജസ്റ്റ് ഈ ടൗണൊന്ന് കിടക്കാൻ വേണ്ടിയിട്ട് 1.5 മണിക്കൂറൊക്കെ ഇവിടെ വഴി കിടക്കാൻ. ഒരു ആംബുലൻസ് വന്നാൽ എങ്ങനെ കടത്തിവിടും? ഒരു അത്യാവശ്യം ഇപ്പോൾ ഈ കിടക്കുന്ന എല്ലാവർക്കും 7 നേരം ആംബുലൻസ് വഴിക്ക് എപ്പോൾ നോക്കിയാലും. അപ്പോൾ അതൊരു വളരെ അത്യാവശ്യമാണ് ഒരു ബൈപ്പാസ് ഒരു ടൗണിന്. ശരിക്കും ബൈപ്പാസ് വരുമ്പോൾ ചിലപ്പോൾ ഞങ്ങളുടെ ബിസിനസ്സൊക്കെ ബാധിക്കുമായിരിക്കും. ആൾക്കാർ ഈ ടൗണിൽ വരാതാവും, കാരണം എല്ലാവരും ബൈപ്പാസിലേക്ക് കയറി പോകത്തുള്ളൂ. എന്നാലും അതല്ല, ഇത് ഈ ആൾക്കാരുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ ഒരു ബൈപ്പാസ് വേണമെന്ന് എനിക്കും വളരെ തോന്നിയിട്ടുണ്ട്. ജയരാജിനി അടുത്ത പ്രാവശ്യം ജയിക്കുകയാണെങ്കിൽ പുള്ളി ചിലപ്പോൾ ഫിനിഷ് ചെയ്യുമായിരിക്കും. ചെയ്യാൻ അവസരം ഉണ്ടാകട്ടെ, ദൈവം കൂടെ അനുവദിച്ചാലേ ഉള്ളൂ. MLA മാത്രം വിചാരിച്ചിട്ടോ ഫണ്ട് ഉണ്ടായിട്ടോ കാര്യമില്ല, അതിനുള്ള അവസരങ്ങൾ വേണം. അപ്പോൾ അത് ഞാനിങ്ങനെ മണിമലയാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരു പ്രാവശ്യം MLA ആയിട്ടിരുന്ന അൽഫോൺസ് കണ്ണന്താനത്തിനെ കാഞ്ഞിരപ്പള്ളിക്കാർ ആരും മറക്കത്തില്ല. പുള്ളി ചെയ്യാവുന്നതൊക്കെ, പുള്ളിയെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പം ശരി. ഗിരീഷ് കട വരുമോ ഇടയ്ക്കൊക്കെ? വരും. എല്ലാ ദിവസവും വരുമോ? ഇടയ്ക്കൊക്കെ വരും. ഗിരീഷിനെ എന്നെ പരിചയപ്പെട്ടെന്ന് പറഞ്ഞാൽ പുള്ളി നമ്മുടെ പഴയ സുഹൃത്താണ്, വളരെ നല്ല സുഹൃത്താണ്. ഓക്കെ. പക്ഷേ ഇപ്പോൾ കൊണ്ടുവരണ്ട, ഇപ്പോൾ കൊണ്ടുവന്നാലും ചെയ്തു തരാൻ പറ്റിയല്ലോ പറഞ്ഞു. ഓക്കെ. സബൂഫർ വേണം നമുക്ക്. സോണി ഉണ്ട്, JBL ഉണ്ട്, പൈനിയറുണ്ട്. സോണി 5,900. അതും പിന്നെ ഈ പേപ്പറുമായിട്ട് ജോലിയാകുന്ന ആ ഭാഗമൊക്കെ നല്ല കുളിച്ച് വെക്കുമ്പോഴത്തേന് എല്ലാം അടിച്ചു പോയി. പോകാത്ത രീതി ചെയ്യാന്നേ, ഞങ്ങൾ എന്തായാലും ചെയ്യുന്നു. അങ്ങനെ ചെയ്തു തരാൻ പറ്റുമോ? പിന്നെ പിന്നെ അതിന്റെ പുതിയ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ? അത് ബോക്സ് സൈതമാണ് കമ്പനിയിൽ നിന്ന് വരുന്നത്, പെട്ടി സൈതമാണ്. അത് നമുക്ക് 10,000 രൂപയുടെ ആവും. അതിന് മാത്രമല്ല അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് മൊത്തം സ്പൈഡറും പേപ്പറും മൊത്തം ഫുള്ള് മാറി സംഭവമൊക്കെ പുതിയതോ ഇല്ലേ? സർവീസിങ് മാത്രമേ. നമ്മൾ സർവീസ് ചെയ്യുന്നത് ഓരോരുത്തർ ഇങ്ങനെ ഗൾഫിൽ നിന്ന് കൊണ്ടിരുന്നല്ലേ. നമ്മുടെ ആൾക്കാരുടെ എല്ലാം വീടുകളിലൊക്കെ ഓരോ സ്ഥലത്തു നിന്നെല്ലാം കൊണ്ടുവന്നേ. ഇങ്ങനെ ഇഷ്ടംപോലെ സെറ്റുകളുണ്ട്. അത് പണിയാനായി ഇപ്പോൾ ആളില്ലാത്ത, അതാണ് മെയിൻ പ്രശ്നം. കമ്പനിക്കാർ വെച്ചിരിക്കുന്ന സർവീസ് സെൻ്ററിലാണേലും അറിയാവുന്നവരാരും ഇല്ല. അവർ ആ വാറണ്ടി പീരീഡിൽ ഞാൻ ചങ്ങനാശ്ശേരി കൊടുത്തു, പിന്നെ എറണാകുളത്ത് കൊടുത്തു. ചങ്ങനാശ്ശേരി ഒന്നും കൊണ്ടുവരില്ല, എറണാകുളത്തെ കുറച്ചാൾ ഓടിയായിരുന്നു, 1-2 ആഴ്ച. ഇത് തള്ളിപ്പോവാണ് സ്പീക്കർ. ഞാനത് അയച്ചു നോക്കിയായിരുന്നു. അത് സ്പൈഡറിന്ന് ഇതിലോട്ട് വരുന്ന ഒരു കോയിൽ പോലത്തെ സംഭവമൊക്കെ ഉണ്ടല്ലോ, അത് ഒട്ടിച്ച് നോക്കുവാണല്ലോ, കുട്ടിയല്ലേ ഇരിക്കണ്ടേ. ഈ ക്വാളിറ്റി വെച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല പവറാണ്, നടന്നു പോകും. ബാസ് കൂടുതൽ വരുമ്പോഴത്തേക്ക് ശരിക്കും ഈ സെറ്റിന്റെ കൂടെ തന്നെ വന്ന ഊപ്പറല്ലേ അത്? ഒറിജിനൽ സാധനം തന്നെ. ഞാൻ വെളിയിൽ നിന്ന് മേടിച്ചത്. അപ്പോൾ അതിന് മാറ്റം ഇനി അഥവാ അതിൻ്റെ ചെയ്യാനൊന്നും പറ്റിയില്ലെങ്കിൽ അത്യാവശ്യം സ്പീക്കറൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാനത് കൊടുക്കാൻ വേണ്ടി കാരണം കൊടുക്കാത്ത അത് വെച്ചാൽ ബോക്സ് സൈതും എൻ്റെ ഇരിപ്പുണ്ട്, പല ടൈപ്പ് ഇരിപ്പുണ്ട്. അപ്പോൾ ഒത്തിരി പേരിങ്ങനെ ചോദിക്കുന്നുണ്ട്, ഞങ്ങളൊരു കളക്ഷനിൽ അത് വെച്ചിരിക്കുന്ന. അപ്പം ഞാൻ പിന്നെ ആലോചിച്ചപ്പോൾ ഇനി ഇതൊന്നും സൂക്ഷിച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഈ സാധനമൊക്കെ ഒരു പരിധി കഴിയുമ്പോൾ
ഡാമേജ് ആയി പോകില്ല, ഇലക്ട്രോണിക്സ് അല്ലേ. അതുകൊണ്ട് ഞാൻ അതായത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മനസ്സിലാക്കിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു 4 എണ്ണം ഇരിപ്പുണ്ടായിരുന്നു സെക്കൻഡ് ഹാൻഡ്, അത് പഴയത് ഇതുപോലത്തെ പഴയ സാധനം. ഞാൻ ഒരു 4 എണ്ണം ഇവിടെ എടുത്ത് വെച്ചൊരു വീഡിയോ ഇട്ടു. 1 മണിക്കൂറിനായി 4 സാധനം പോയി. ഞാൻ പറഞ്ഞ വിലയ്ക്ക് കൊണ്ടുപോയി ആൾക്കാർ, കൊറിയർ ചാർജ് കൂടെ അയച്ചു തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സാധനത്തിന് ഫോൾ ഡിമാൻഡാണ്. ഇപ്പോൾ അത് കണ്ടാൽ പിന്നെ ഒത്തിരി പേരിങ്ങനെ എന്നെ വിളിച്ച് ഡെയിലി ചോദിക്കുന്നുണ്ട് ഈ സെക്കൻഡ് ഒറിജിനൽ ഊഫർ തരാമോ എന്ന്. അപ്പോൾ അങ്ങനെയാണ് സോണിയുടെ ഒക്കെ എൻ്റെ ഒരു 10 രൂപ ഇരിപ്പുണ്ട്. അത് ഞാനിങ്ങനെ ഞങ്ങളുടെ ഗോഡൗണിൽ ഇതിങ്ങനെ വെച്ചിരിക്കുകയാണ് പോയി. ഞാനത് ചെയ്യാൻ നോക്കിയിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ചെയ്താൽ പോരെ, പുതിയ തരാം കേട്ടോ. അത് നോക്കാം, ഏതാണെന്ന് നോക്കാം. സാർ അത് കൊണ്ടുവന്നാൽ മതി. എനിക്ക് പെട്ടി സഹിതം തന്നേരെ, ഞാനത് ചെക്ക് ചെയ്ത് പെട്ടി പുതിയ എന്നാലും അത് കുഴപ്പമില്ല, എന്നാലും മതി. നമുക്ക് ചെക്ക് ചെയ്യാൻ എളുപ്പമുണ്ട് അതാകുമ്പോഴേ, പെട്ടി ഉണ്ടായാലും. കാരണം നമുക്ക് ചെയ്തതിന് ശേഷം ഇട്ട് നല്ല ആംപ്ലിഫയർ വെച്ച് ചെക്ക് ചെയ്താൽ കറക്റ്റ് അറിയാം. നോക്കാതെ എപ്പോഴെങ്കിലും സമയമുള്ള കൊണ്ടുവന്നാൽ മതി. ഞങ്ങൾ രാവിലെ 10 മുതൽ 3 വരെ കാണും. 3 കഴിഞ്ഞ് ഞങ്ങൾ പണിക്ക് പോകണ്ടേ, പണിയുണ്ട്, എല്ലാം മേടിച്ച് വെച്ചാൽ പോരല്ലോ. രാവിലെ തൊട്ട് ഇങ്ങനെ ആൾക്കാർ വരുന്നതുകൊണ്ട് ഞങ്ങളൊരു 10 മണി തൊട്ട് 3 മണി വരെ ടൈം വെച്ചതാണ് കൺസൾട്ടിങ്. 3 മണി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വർക്കിന് കയറും. പിന്നെ ആൾക്കാർ ഇങ്ങനെ ഫോൺ വിളിച്ചാൽ പോലും നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാകും, പണി രീതിയാണ്. അപ്പോൾ സാർ എപ്പോഴെങ്കിലും വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി. എവിടെയാണ് സാറിൻ്റെ വീട്? എവിടെയാണ്? പുതുപ്പള്ളി. അത് റെഡിയാക്കി തരാം സാറേ, നോ പ്രോബ്ലം. അതോർത്ത് ടെൻഷൻ വേണ്ട. ഇനി അതോടെ ചെയ്യാൻ പറ്റിയാലേ വേറെ സ്പീക്കർ ആണെങ്കിലും ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. എൻ്റെ കയ്യിൽ അതുപോലെ കളക്ഷൻ ഉണ്ട്. ഓക്കെ ഹലോ, കാഞ്ഞിരപ്പള്ളി. ഉണ്ടല്ലോ. ഉണ്ട്. അതെ 2999. 900, 2900 കൊടുക്കാം. 2900 തരാം. 2900 തരാം. 3 മീറ്റർ. ഇല്ല, നമ്മുടെ കയ്യിൽ ഒറിജിനലേ ഉള്ളൂ. 2999. 2900 തരാം. ഇതുകൊണ്ട് പുറത്ത് പൊടിക്കും. പാനാസോണിക്കിന്റെ ആൽക്കലൈൻ ബാറ്ററി ഉണ്ട്. അത് ലേസർ മെജർമെന്റ് ഉണ്ട്. ഇത് ട്രിപ്പിൾ എ ഡബിൾ എ വേണ്ട. എത്ര വേണേലും ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ലൈഫ് കൂടുതൽ 20 ടൈംസ്. ഡൂറാസെല്ല് തന്നെ അതിന് ഈക്വലന്റ് ആൽക്കലൈൻ ബാറ്ററി 10 ടൈംസ്. 20 ടൈംസ് ആണ് ഇത് എത്രയാണ്? അത് 45 രൂപ. 3 മതി. അപ്പോൾ എടുത്തോ. 135. ഗൂഗിൾ പേ ചെയ്യാനാണ്, അത് അടിച്ചു. കാറിന്റെ സ്പീക്കേഴ്സ് അല്ലേ? ഇത് കാറിലും വീടുകളിൽ ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഇത് 3 വേ ആയതുകൊണ്ടും അതുപോലെ തന്നെ ഇത് ഈർപ്പം പിടിക്കുമല്ലോ, പ്ലാസ്റ്റിക് പോലത്തെ സാധനമല്ലേ. ഇപ്പം ഇത് ക്വാളിറ്റി നല്ല. എന്റെ കാറ് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പൊ അതിന്റെ സ്പീക്കർ പതറുണ്ട്. കാരണം സ്പീക്കർ മാറ്റാൻ പറഞ്ഞപ്പോ ചങ്ങനാശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റൽ അവിടെ വർക്ക് ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് മാറ്റി ഇവിടെ വർക്കിന് വന്നേ. 135. ഓക്കെ, ഇത് ഒറിജിനലാണ് നമ്മുടെ ഇരിക്കുന്നത്. ഇതിൻ്റെ സെക്കൻഡും ഉണ്ട്, തേർഡും ഉണ്ട്, എല്ലാ സാധനവും. അത് ആൾക്കാർക്ക് അറിയത്തില്ല. ലൈഫ് കിട്ടിയാൽ മതിയായിരുന്നു. ഹലോ, നല്ല തിരക്കില്ല. ഓക്കെ, ഞാൻ വിളിക്കാം. ഓക്കെ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ അന്നേരം ആലോചിക്കാം. ഓക്കെ. വീഡിയോ എടുത്തോടി, വയറിട്ടോ അതിനകത്തോടെ ഇട്ടോ. ഞാൻ തുളയിട്ടായിരുന്നു, അത് കയറുമെന്ന്.
കാനഡയിലിരിക്കുന്ന അനിയൻ വരെ നിന്നെ നോട്ട് ചെയ്തിട്ട് തന്നെ വിളിച്ചു. ആ പുള്ളിക്കാരത്തി എവിടുന്ന് കിട്ടിയതാന്ന് എന്നോട് ചോദിച്ചു. കിടക്കല കിടത്തിക്കും കറക്റ്റ് അല്ലേ? മേശ വെച്ച് ഇവനെ കൈ നിൽക്കുക. പുറത്തുനിന്ന് അങ്ങ് കയറ്റി കിട്ടും. അപ്പോൾ ഈസി ആയിട്ട് കയറ്റും. പോന്നു. ഇതിന് ശേഷം കളഞ്ഞാൽ ഓക്കെ. സോൾഡറിങ്ങേം വേണം. സോൾഡറിങ്ങേം കുത്തി വെക്കേ. സോൾഡറിങ്ങേം ഇല്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും സോൾഡർ ചെയ്ത് വിട്ടേക്കാം, അതായിരിക്കും നല്ലത്. ഇല്ല സാറിന് ധൃതിയാണോ? ഞാൻ ചെയ്തു തരുന്ന കറക്റ്റായിട്ട് ചെയ്യണമെന്നുള്ള നിർബന്ധമുള്ള കൂട്ടത്തിനെ കുത്തിക്കുക അല്ലേ ചെയ്തത്. വിശ്രമമാണോ? അതെ, വെറുതെ ഇരിക്കുന്നവർക്കും എൻജോയ്മെൻ്റ് ഉണ്ടെന്നൊന്നും വിചാരിക്കില്ല. പതുക്കെ പൊക്കിക്കോ, നല്ല വെയിറ്റ് കാണും. ഓക്കെ, എല്ലാം അതേ തന്നെ ഒട്ടിച്ചാണ് വെച്ചിരിക്കുന്നത് അല്ലേ? ഓക്കെ. ഇത് പുറത്തൊട്ടിച്ച് വെച്ചിരിക്കുന്നത് അതെ. ഇതാണ് നമ്മുടെ സ്ക്രൂ സ്പീക്കറോട്ട് കൊടുക്കുന്ന കണക്ഷന്. ആൻ കുത്തി വെച്ചോ? ഇതാണ് സ്ക്രൂവേ. ആ നടുക്ക് പുറവശത്തോടെ ഒന്ന് കൊളുത്തി എടുക്കുവാണ് നല്ലത്. സാധനം തിരിച്ചയച്ചിട്ട് കാര്യമൊന്നുമില്ല, ഞാനിവിടെ ചെക്ക് ചെയ്തിട്ട് അയച്ചതാണ്. എനിക്കത് വർക്കാവുമെന്ന് ഉറപ്പുണ്ട്. ഞങ്ങൾ JBL സബൂഫറാണ് സാറേ കൊടുത്തിരിക്കുന്നത്. എത്ര 2 JBL സബൂഫർ ഞങ്ങൾ കൊടുത്തു നോക്കിയിരുന്നു, 2നും ഇടിയില്ലെന്നു. മക്കൾ ആ JBL സബൂഫർ ഒരെണ്ണോ നമ്മുടെ 2 ആംപ്ലിഫയറുമായിട്ട് ഇങ്ങനെ പോരാൻ പറഞ്ഞു. മൂവാറ്റുപുഴ കൂടിയ സ്ഥലമൊന്നുമല്ലോ, ഇങ്ങനെ പോരാൻ പറഞ്ഞു. അങ്ങനെ അവരിവിടെ വന്നപ്പോൾ ഞാൻ എൻ്റെ സെറ്റായി 2 ആംപ്ലിഫയറും കൊടുത്ത് ശീലിച്ചു. പിന്നെ ഇവരുടെ JBL കൈ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞത് 10 ഇഞ്ച് JBL ഡ്യൂപ്ലിക്കേറ്റ് ആണ്. 10 ഇഞ്ച് JBL ഇല്ല. ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു കടക്കാരൻ പറയുന്നുണ്ട് 1500 രൂപയ്ക്ക് JBL 10 ഇഞ്ച് ഉണ്ട്. ഇവിടെ അടുത്തുള്ള ഒരു കടയാണ്. പറഞ്ഞാൽ മനസ്സിലായോ? അതൊക്കെ എന്നാ ചതിവാണെന്നറിയാം. 12 ഇഞ്ച് തൊട്ടേ വരുള്ളൂ. JBL 8490 JBL MRP. ആ സാധനം 1500 രൂപയ്ക്ക് കിട്ടുമ്പോൾ തന്നെ എന്നാന്ന് വിവരമുള്ളവർ മനസ്സിലാക്കിക്കൊണ്ട് അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് കണ്ടീഷൻ. അപ്പൊ ശരി സാറേ, സംഭവം റെഡി. ബാക്കിങ് ഓക്കെ അല്ലേ? അപ്പൊ ഇനി കാണാം. പേരെങ്ങനെയായിരുന്നു? മധുമാർ. ഓക്കെ, മധുമാർ കോട്ടയം അല്ലേ? ഓക്കെ, താങ്ക് യു. തുറന്നു കൊടുത്താ മോളെ. ബസ് സ്റ്റോപ്പ് സ്റ്റാൻഡിലോട്ട് പോക്കണം.
ഇതിന്റെ സ്പീക്കറും എടുത്ത് പുറത്തേക്ക് ഇട്ട് ഈ സബ്ബൂഫറും കൊടുത്ത് പഴക്കിട്ട് പാട്ട് കേൾക്കണം. ഇവരുടെ ഈ സാധനം ഒന്നിന് മാക്രി അറിയുന്നവരുടെ ഒരു ഒച്ച 3500 രൂപ മുടക്കിയ അടിപൊളി ബോർഡ് തരാം. ആ ഒരു കാലത്ത് വലിയ ആംപ്ലിഫയർ പോത്തുമില്ല, അതേ നമുക്ക് ബ്ലൂടൂത്ത് പെൻഡ്രൈവ് എല്ലാ സാധനവും ഉണ്ട്. ഇത് നേരെ എടുത്താൽ അന്ന് 2 വയറ് പുറത്തേക്ക് എടുക്കുക, ഇത് നേരെ എടുത്ത് കൊടുത്താൽ മതി. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ഇതിന്റെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അറപ്പും ഇല്ല, ഇത്ര ഉള്ളൂ. ഇത് അറപ്പില്ലേ? ഓ കുത്തിപ്പറിച്ച ഇത് ചാർജ് ആകുന്നുണ്ട്. ഇത് പശയൊക്കെ ഇട്ട് ഒട്ടിച്ച് കുഴപ്പമില്ല. ആ ബോർഡ് പോകുന്ന അതിൻ്റെ അകത്ത ബോർഡ് അത് റിപ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. ആ ബോർഡിന് 3000 രൂപ അടുത്ത് വിലയാവും, കിട്ടാനും ഭയങ്കര പാടാണ്. ആ പറ്റിപ്പ് പരിപാടിയാണിത് പറഞ്ഞത്. അതിൻ്റെ സ്പീക്കറും ഉള്ള അത് വേണമെങ്കിൽ ഇപ്പം ആക്കിത്തരാം. ഇതെന്ന് 2 വയർ ഇടുന്നു, സ്പീക്കർ ഇതിലോട്ട് കൊടുക്കുന്നു, ഇതെന്ന് സബ്ബൂഫറിന്റെ വയർ കട്ട് ചെയ്യുന്നു, നേരെ ഇതേ കൊടുക്കുന്നു, പരിപാടി കഴിഞ്ഞു. ചുമ്മാ ഇതിന് വന്ന് പിടിച്ചോണ്ട് നടക്കാന്നുള്ളൂ, വേറെ ഒരു കാര്യമില്ല. ആ ബോർഡും കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല. പാട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ കാര്യം നടക്കും. ആ ബോർഡ് വരുത്തിയാലും അതിന് പവറും ഇല്ല, അതിനും ഈ 3000 രൂപയ്ക്ക് മേലെ വിലയാവും, എല്ലാം ആവും. അപ്പം അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ പറയും, നിങ്ങൾ ഈ ആംപ്ലിഫയർ വെച്ചോ, ഇത് പക്ക ആംപ്ലിഫയർ, അടിപൊളി ആംപ്ലിഫയർ, അതിൻ്റെ ലെവൽ വേറെയാണ്. അതാണ് ഇപ്പം ചെയ്തു തരാം. 2 വയർ അതിനകത്ത് ഇങ്ങനെയുള്ള സോണിയും മറ്റേ ഫോണിൽ ഇത് നമ്മുടെ കൊടുത്ത് കേൾപ്പില്ല. അത് കഴിഞ്ഞ് അച്ഛൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ തേലാക്കാം. അത് തീരെ പവർ ഇല്ലാത്ത ഒരു ആംപ്ലിഫയറാണ്, ആരോട് പറയാം. എന്നിട്ട് വില ഭയങ്കര വിലയും മേടിക്കും. അപ്പോൾ ആൾക്കാർ നോക്കുമ്പം ഇപ്പോൾ സോണിക്ക് 20,000 രൂപ, ഇത് ചിലപ്പോൾ 5,000-6,000 കിട്ടുമായിരിക്കും. അത് ലാഭമാണെന്നോർത്ത് മേടിക്കും. ഒന്നിനും കൊള്ളാത്ത ഒരു ആംപ്ലിഫയർ അതിനകത്ത് വെച്ചിരിക്കുന്നത്. ഇപ്പം അച്ഛൻ പറഞ്ഞില്ല മാറി വന്നപ്പോൾ ഇങ്ങനെ വന്നെന്ന്. അതായത് ഇത് വേറെ ആരോ കൊണ്ടുപോയിട്ട് കംപ്ലൈൻ്റ് ആയിട്ട് റിട്ടേൺ പോളിസി വെച്ച് തിരിച്ചയക്കുന്ന. ഈ റിട്ടേൺ പോളിസി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവന്മാർ കാണിക്കുന്ന സ്വത്ത പരിപാടി ഇതാ. ഞാൻ ഒരു പ്രാവശ്യം ഒരു ലൈറ്റ് ഇതുപോലെ വരുത്തി. ആദ്യം വന്ന ലൈറ്റ് ഒരു കുഴപ്പമില്ല, രണ്ടാമത് അതേ ലൈറ്റ് തന്നെ വരുത്തി. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ പൊട്ടി വന്നു. നമ്മളിത് തുറക്കാനൊക്കെ താമസിച്ചാൽ പണി കിട്ടും. പൊട്ടി വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് റിട്ടേൺ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവന്മാർ അടുത്ത സാധനം, ഇത്രയും ദിവസത്തിനുള്ള റിട്ടേൺ പോളിസി ഉള്ളൂ, അടുത്ത സാധനം വന്ന് അതിനേക്കാളും തവിടുപൊടി സാധനം. പെട്ടെന്ന് ഞാനത് റിട്ടേൺ അടിച്ച് അന്നത്തെ ദിവസം കൊണ്ട് കുരുത്തം കൊണ്ട് അത് ഊരി കിട്ടി, മനസ്സിലായില്ലേ? അപ്പം എന്നാൽ ആദ്യം വന്ന സാധനം സൂപ്പറാണ്, അതേ പാർട്ടി തന്നെ തന്നു, ഒരു കുഴപ്പമില്ല. അപ്പം ഇങ്ങനെ ഡാമേജ് വരുന്ന സാധനം റിട്ടേൺ പോളിസി വെച്ച് അവൻ്റെ റിട്ടേൺ മേടിച്ച് അടുത്തോണ്ട് കൊടുക്കുന്നു, ഇവൻ്റെ റിട്ടേൺ മേടിച്ച് ഇങ്ങോട്ട് കൊടുക്കുന്നു. അപ്പോഴത്തേക്ക് 15 ദിവസമാണ്, 15 ദിവസം 2-3 കറക്കം കഴിയുമ്പോൾ മാറും. പിന്നെ ഏതെങ്കിലും ഒരുത്തിൻ്റെ തലയിൽ അത് ഫിക്സ് ആവും. ഇതാണ് പരിപാടി. ഞങ്ങൾക്കൊരു പ്രഷർ കുക്കർ, പെസ്റ്റേജിൻ്റെ പ്രഷർ കുക്കർ മേടിച്ചു, വെറൈറ്റി പ്രഷർ കുക്കറാണ്. പെസ്റ്റേജ് അല്ലേ അത്, ഒരു 2-3 ഇതൊക്കെ ഉള്ളത്. അപ്പോൾ ഒരു പ്രഷർ കുക്കറിന് എന്തുമാത്രം പ്രശ്നം വരാനാന്ന് ചിന്തിച്ച് സാധനം വന്നു, നമ്മൾ ഒപ്പിട്ട് മേടിച്ച് വെച്ചു. ഒരു പ്രഷർ കുക്കറിന് എന്തെങ്കിലും കുഴപ്പം വരുമോ? വരികയല്ല, റിട്ടേൺ പോളിസി ഉള്ളതുമാണ്. 15 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ എടുത്തപ്പോൾ തിരക്കായി പോയി. ഞങ്ങൾക്ക് പ്രഷർ കുക്കർ പൊട്ടിക്കാനോ എടുക്കാനോ ഉപയോഗിച്ച് നോക്കാനോ സമയം കിട്ടിയില്ല. ഞങ്ങളുടെ സമയം കാരണം ഞങ്ങളൊരു 15 ദിവസം കഴിഞ്ഞാണ് ഈ പ്രഷർ കുക്കർ എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ലോക്ക് ആകത്തില്ല, അതിൻ്റെ ഈ പ്രഷർ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അപ്പോൾ ഞാൻ മടിയത്ത് കൊണ്ടേ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു അത് അതിൻ്റെ എന്തോ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉള്ള സാധനമാണ്. അതോ കൂടിയ പ്രഷർ കുക്കർ, 6000 രൂപയുടെ പ്രഷർ കുക്കർ, കൂടിയ പ്രഷർ കുക്കറാണ്. വീട്ടിൽ കിടപ്പുണ്ട് അവിടെ, വെറുതെ 6000 രൂപ. അപ്പോഴത്തേക്കും ഞങ്ങൾ റിട്ടേൺ അയക്കാൻ നോക്കിയപ്പോൾ പ്രഷർ കുക്കർ 3 ലിറ്ററിന്റെ ചെറുതാ സാധനം, ഭയങ്കര വിലയുള്ള സാധനമായിരുന്നു. നല്ലതാണല്ലോ എന്ന് ഓർത്ത് മേടിച്ചതാണ്. അതുകൊണ്ട് ഓൺലൈൻ മേടിയിൽ എനിക്ക് അത്ര തൃപ്തികരമൊന്നും അല്ല. പോയി നമുക്ക് പുറത്ത് കിട്ടിയാലേ മേടിക്കുന്നതായിരിക്കും ബെറ്റർ. ചില സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടത്തില്ല, കടകളിലില്ലല്ലോ. പിന്നെ ഇതെല്ലാവരും പിന്നെ പിള്ളേരൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്, മിണ്ടാതിരിക്കും. അപ്പോൾ നമ്മുടെ മോളൊക്കെ ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്ത് വരുത്തി കഴിയുമ്പോൾ അതല്ല, തിരിച്ചു വിടാൻ പറയും. ഇനി എന്നാ തിരിച്ചു വിടാനാണ്, അവിടെ കിടക്കുന്നത്, മനസ്സിലായില്ല. പിള്ളേരുടെ എല്ലാം മൈൻഡ് അതാണ്. കാരണം അവർ അധ്വാനിച്ച പൈസ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ആ പൈസയ്ക്ക് വലിയ വിലയൊന്നുമില്ല, അവിടെ കിടക്കും. അതേസമയം ഇങ്ങനെ ആൾക്കാരെല്ലാം തിരിച്ചയക്കുവാണെങ്കിൽ ഇവന്മാർ ഇത് കൂട്ടുകൂടായ്പ കാണിക്കാൻ ഇവർക്കറിയാം. ഇത് ആരുടെയെങ്കിലും പെടലിക്ക് പൊക്കോളൂ എന്ന് ഇവർക്കറിയാം. ഞാൻ കുറ്റമായിട്ട് പറയുന്നതല്ല, ഭൂരിഭാഗം ആൾക്കാർ, എല്ലാവരും അങ്ങനെയൊന്നുമല്ല, ഉത്തരവാദിത്തമുള്ള നല്ല ക്ലിയറായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്നല്ല. അതെല്ലാ മേഖലയിലും ഉണ്ടല്ലോ, അല്ല നല്ലവനും ഉണ്ട് മോശക്കാരനും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ നോക്കിയും കണ്ടും ചെയ്യണം, അല്ല എട്ടിൻ്റെ പണി കിട്ടും. ഇത് ഞങ്ങൾ
കഴിഞ്ഞില്ല. പപ്പ ഓർഡർ ചെയ്തു. ഉം. ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് സാധനം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യത്തെ കംപ്ലൈൻ്റ് ആയി, റിട്ടേൺ അടിച്ചു. രണ്ടാമത് റിട്ടേൺ അടിച്ചപ്പോൾ തന്നെ ഞാനുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ റിട്ടേൺ എന്നുള്ള സംഭവം അമ്മരെടുത്ത് കളഞ്ഞു 15 ദിവസത്തിന് മുമ്പേ. അങ്ങനെ അവനാരാന്ന് പോലും നമുക്കറിയത്തില്ല. എനിക്കിതുപോലെ ഞാനൊരു BMS വരുത്തി. നല്ലൊരു ആമ്പ് കിട്ടുമ്പോൾ വേറെ എന്നാത്തിനും ഓടി നടക്കണം. കാരണം ഇത്രയും ചെറുതുമാണ്. കറണ്ടും ആയാലും 24 മണിക്കൂർ വർക്ക് ചെയ്താലും ഒരു തുള്ളി പോലും ചൂടാകില്ല. പിടിച്ച ഒരു തുള്ളി ചൂടാകത്തില്ല. ഇത് D ക്ലാസ് ആംപ്ലിഫയറാണ്. ഇത് ചൂടാകത്തേ ഇല്ല. ഇതിനകത്ത് IC വെച്ചുള്ള, അതായത് നമുക്ക് A ക്ലാസ്, B ക്ലാസ്, AB, DA ഇത്രയും സൈസ്. C വേറെ ഉണ്ട്, അത് പ്രൊഫഷണൽ യൂസ് ചെയ്യുന്ന. അതുകൂടാതെ അത്രയും ക്ലാസ്സാണ് ഉള്ളത്. അതിൽ A ക്ലാസ് എന്ന് പറഞ്ഞ ഒരു ആംപ്ലിഫയറിന് നമ്മൾ 1000 വാട്ട്സ് കറണ്ട് കൊടുത്താൽ അതിനകത്ത് 250 വാട്ട്സ് ഓഡിയോ കിട്ടും. B ക്ലാസ്സിന് നമ്മൾ 1000 കൊടുത്താൽ 400 വാട്ട്സ് ഓഡിയോ കിട്ടും. മറ്റേതിന് ABക്ക് കൊടുത്താൽ ഒരു 750 വാട്ട്സ് കിട്ടും. 1000 കൊടുത്താൽ 750, മുക്കാൽ കിട്ടും. 1000 ഒന്ന് കൊടുത്താൽ മുക്കാൽ കിട്ടും. ഇതിനൊന്ന് കൊടുത്താൽ ഇരട്ടി കിട്ടും, 200 കിട്ടും. അതാണ് ഇതിൻ്റെ വ്യത്യാസം. ഇതിന് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്താണോ 100 കൊടുക്കുന്നത്, 200 തരും. അപ്പോൾ അത്ര നല്ലൊരു ആംപ്ലിഫയർ കണ്ടുപിടിച്ചു. ഇത് വളരെ ചെറുതാണ്. ഇത് ഹീറ്റ് എനർജി ഇല്ല, മറ്റേതെല്ലാം ഹീറ്റ് എനർജി ആക്കി ബാക്കി പോവാം. ഇപ്പം 100 വാട്ട്സ് നമ്മൾ കറണ്ട് കൊടുത്താൽ 250 അല്ല 1000 വാട്ട്സ് കറണ്ട് കൊടുക്കുമ്പോൾ 250 വാട്ട്സ് നമുക്ക് ഓഡിയോ കിട്ടുമ്പോൾ ബാക്കി 750 ഹീറ്റ് എനർജി ആയിട്ടാണ് തള്ളിപ്പോകുന്നത്. പഴയ ആംപ്ലിഫയർ മൊത്തം മണ്ട തുളയിട്ടിരിക്കുകയല്ലേ, അത് അതുപോലെ പഴുകാതെ ഇങ്ങനെ പഴുത്ത് ചൂടായി ഫാനും വെച്ച് പോവുക. ഇതിപ്പോൾ ഇവിടെ ഇന്ത്യയിലെ ചില നിയമപ്രശ്നം കൊണ്ട് ഇത് കവർ ചെയ്തിട്ടില്ലെന്നുള്ളൂ. കാരണം ഇത് ഫിനിഷ്ഡ് ഗുഡ്സായിട്ട് വരുന്നതല്ല. ഇതിൻ്റെ ബോർഡ് വേറെ, തകിട് വേറെ, മെറ്റൽ വേറെ, ഈ നോബ് വേറെ, ഈ പെട്ടി വേറെ, ഇതിനകത്തിരിക്കുന്ന ആംപ്ലിഫയർ വേറെ, ഈ കോഡ് വെയർ വേറെ, തേപ്പൂട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയ കോഡ് വെയർ, അങ്ങനെ ഇതെല്ലാം കൂടെ ഞങ്ങൾ മേടിച്ച് അസംബിൾ ചെയ്തെടുത്ത, മനസ്സിലായില്ലേ? അപ്പം ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് അല്ല, ഇത് ഓരോ പാർട്സായിട്ട് വന്നിട്ട് നമ്മൾ ആ പാർട്സ് നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ മേടിച്ച് അസംബിൾ ചെയ്യുന്നു. ഇത് തന്നെ ഈ ബോർഡ് തന്നെ നമുക്ക് 8 ടൈപ്പ് കിട്ടും. 100 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്, 200 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്, 300 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. ഈ കോഡിന് 250 രൂപ വരെ. 50 രൂപയുടെ കോഡ് ഇട്ടാലും കാര്യം നടക്കും. ഈ പെട്ടി തീ പിടിക്കാതെ, തീ കത്തിച്ചാൽ പിടിക്കാത്ത പെട്ടിയാണ്. മറ്റേ ഈ ഇലക്ട്രിക്കുകാർ ഉപയോഗിക്കുന്ന ഈ ഇൻറ്റേർണൽ പോകുന്ന പെട്ടിയാണ്. ഈ പെട്ടിക്ക് 200 രൂപയാണ്. ഇതിൻ്റെ 50 രൂപയുടെ പെട്ടി വെച്ചാലും ഇത് വർക്ക് ചെയ്യും. പിന്നെ ബുഷ് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി എന്തെങ്കിലും കാരണവശാൽ ചൂടായ പുറത്ത് വരാൻ ഇതിലെ ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പം അത്രയും ഡീറ്റെയിൽ സബൂഫറായിട്ട് ഔട്ട് വേറെ വെച്ച് കൊടുക്കാം. ഇത് കൂടാതെ സബൂഫർ കൊടുക്കാം. പിന്നെ മൈക്കിന് ഇവിടെ കൊടുക്കാം, ഇവിടെ കൊടുക്കാം. പിന്നെ നമുക്കൊരു ലൈനിന് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം, ഇവിടെ ലൈൻ ഔട്ട് എടുക്കാം. അത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു ഫിനിഷ്ഡ് ബോർഡാണ്. ഈ ബോർഡ് നമ്മൾ ഇതിനകത്ത് വെക്കാതെ വേണമെങ്കിൽ ഒരു പെട്ടിക്കകത്താക്കി വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം. മനസ്സിലായില്ലേ? വോളിയം കൺട്രോൾ പുറത്തേക്ക് വെച്ച്. അപ്പോൾ ഞാനതൊരു എൻ്റെ രീതിയിൽ വെച്ച് എറിഞ്ഞ ചിലവിൽ ഒരു ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സാധനം വെച്ച് ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്ത ഐറ്റം അത്. അതിപ്പം വളരെ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു, എല്ലാ രാജ്യങ്ങളിലും പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ചെയ്താൽ മതി. ആ സെറ്റുമായിട്ട് 10-നും 3-നും ഇടയ്ക്ക് ഞങ്ങൾ കാണും. ഒരു ദിവസം വന്നാൽ നമ്മൾ ഇതുമായിട്ട് മാച്ച് ചെയ്ത് ഓംസ് നോക്കി കറക്റ്റ് ചെയ്ത് വർക്ക് ചെയ്ത് തന്നുവിടാം. ഓക്കെ 3 IC വെച്ചിരിക്കുന്നത്. അതിലെ സബൂഫറിൻ്റെ IC അത് ഒട്ടിച്ച് വെച്ചിരിക്കുന്ന IC. അത് മാറാൻ പറ്റത്തില്ല. ആ ബോർഡ് ഫുള്ളായിട്ടേ മാറാൻ പറ്റത്തുള്ളൂ. ബോർഡ് ചോദിക്കുമ്പോൾ ഭയങ്കര വില. എന്നാൽ പിന്നെ അതിൻ്റെ ഇനി അടുത്ത ബോർഡ് അടിച്ചു പോകല്ലേ ഇനി. അതിന് സാധനം ഉപേക്ഷിക്കല്ലേ. സാറിന് മറ്റേ 2 ടവറല്ലേ ഉള്ളൂ. അതിൻ്റെ കൂടെ ഈ സബ്ബൂഫറോടെ യൂസ് ചെയ്യാം. ഇതും കൂടെ കൊണ്ടുവരാം. മറ്റേ വിട്ടച്ചാൽ മതി. ഈ സബ്ബൂഫർ നമുക്ക് വർക്കിംഗാണ്. ഈ സബ്ബൂഫർ 2 ടവറും കൂടി ഇതൊക്കെ കൊടുത്താൽ മതി. അത് വിട്ടച്ചാൽ മതി. നിങ്ങൾ അനങ്ങാലെന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞല്ലോ ഉള്ള കാര്യം. കുറച്ച് തിരക്കുണ്ടായിരുന്നു. തിരക്ക് ഈ 1 മാസം കൂടെ കഴിയണം ഒന്ന് ഓക്കെ ആവണം. 1 മാസം കൂടെ കഴിഞ്ഞാൽ ഒന്ന് വലിയ തിരക്കാണ്. പ്രൊമോഷനാവും. എടുത്താവും. അതാണ് അതിൻ്റെ പ്രശ്നം. പിന്നെ ഞാനിപ്പോൾ പറയാം അതിൻ്റെ കറക്റ്റ് റേറ്റ് എടുക്കണം. ഈ ബ്ലൂ പന്ത് ഇല്ലേ, ബ്ലൂ പന്ത്, അത് സോഫ്റ്റ്വെയർ ആണെന്ന് തോന്നുന്നു. അത് മാറിയാൽ മതിയോ? അത് ചെയ്തോ. പിന്നെ ഞാൻ വിളിച്ചത് 50 ഇഞ്ച് ബ്ലൂ പന്ത് വരുന്ന പാനൽ ഏതാണെന്നറിയോ?
അഴിച്ചു നോക്കാൻ പറയാൻ പറ്റില്ല, ഏതും വരാം. ഓക്കെ, എന്നാലും ഒരു ഏകദേശം എന്നെ വല്ല വരുമായിരിക്കും. ഓക്കെ, ശരി. അപ്പോൾ കറക്റ്റാ 22 രൂപയ്ക്ക് ഇപ്പോൾ കിട്ടുമോ ഇത്? നോക്കിയേ അവരെപ്പോഴും തിരക്കിലായിരിക്കും. 94 960 08 301. കറണ്ട് പോയാൽ അന്നേരം ആ 2 നമ്പരും വിളിച്ച് അവരെ ശല്യം ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ ഇവരൊക്കെ ജോലി ചെയ്യത്തുള്ളൂ. ഒന്നേ പറയുള്ളൂ, അതൊക്കെ അന്നേരം കേട്ട് എഴുതിക്കണം. ഒരു ഫോൺ നമ്പരൊക്കെ 10 രൂപ ഒന്നും പറഞ്ഞു തരാൻ പറ്റില്ല. മതി ചെയ്ത് നോക്കും. അതിപ്പോൾ അതായത് ഇപ്പോൾ നമുക്കൊരു പ്രതീക്ഷയാണല്ലോ ഇതിനകത്ത്. ഈ വേറൊരാൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ പാലിൽ പോയാന്ന് പറഞ്ഞ് തള്ളുമ്പം അവനെന്നാണേലും സകല സോളവരും ചെയ്ത് നോക്കിയിട്ടേ ചെയ്യുള്ളൂ. തീരെ അല്ല പിന്നെ ഒന്നും അറിയത്തില്ലാത്തവനായിരിക്കണം. അതല്ല ഞാൻ പറഞ്ഞ സർവീസ് സെൻ്ററിൽ അവർക്ക് അത്യാവശ്യം കാണുമായിരിക്കും, അറിയാമായിരിക്കും. അപ്പം നമുക്ക് 20 രൂപ എന്ന് പിടിക്കാം. 20 രൂപ ആവും. അത്രയും കാശ് മുടക്കി ചെയ്യാൻ സാറിന് താല്പര്യം ഉണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ആ സാധനം ഉപേക്ഷിച്ച് കളയാം, പുതിയ ടി വി മേടിക്കാം. ഞാൻ എല്ലാ കാര്യവും തുറന്ന് പറയുന്നതാണ്. പിന്നെ നമ്മളിടുന്ന പാനൽ എൽ ജിയുടെ പാനലോ ബോയിയുടെ പാനലോ സോണി ഉപയോഗിക്കുന്ന പാനലോ ആണ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരിട്ട പാനലിൽ കൂടെ അല്ല, അപ്ഗ്രേഡ് പാനൽ, നല്ല പാനലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കംപ്ലയിൻറ്റ് വരുന്ന ഈ 1 വർഷം കഴിയുമ്പോൾ ഒന്നും അത് പോലെ അവിടെ കിടന്ന് ഓടിക്കോളും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവരൊക്കെ വില കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ ഇപ്പോൾ 100 രൂപയ്ക്ക് കിട്ടുന്ന സാധനമുണ്ട്, 200 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്, 300 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അവർ 100 രൂപയുടെ സാധനം വെച്ചിട്ട് ഓൺലൈനിൽ വെക്കും, ഈ സെറ്റിൻ്റെ വിലയ്ക്ക് കുറച്ച് തരാമെന്ന് പറയും. അപ്പോൾ നമ്മളത് പ്രോഫിറ്റാണെന്ന് ഓർത്ത് ഇവർ ഈ പാനലിൽ എല്ലാവരും കളിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ബോർഡെല്ലാം കൂടി എടുത്താലും ഒരു 3000 രൂപ, 2 സ്പീക്കറും ഒരു റിമോട്ടും ഒരു ബോർഡും ഉള്ളു, എല്ലാം കൂടെ ഒരു 3000 രൂപയുടെ സാധനം. അല്ല പോട്ടെ, 5000 രൂപ ഇത് കുറഞ്ഞതിന്. സോണിക്കൊക്കെ ചിലപ്പോൾ ഒരു 8 രൂപയൊക്കെ വരിക. അപ്പോൾ അതനുസരിച്ച് സോണി 50,000 രൂപയാണ് മേടിക്കുന്നത്, 60,000 രൂപ ഇപ്പോൾ വില മേടിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിനകത്ത് നടക്കുന്ന സംഭവം. എന്തിന് ബ്രാൻഡഡ് വരെ ഈ കൂട്ട് പരിപാടി കാണിക്കുന്നുണ്ട് ഓൺലൈൻ, ബ്രാൻഡഡ് കമ്പനി വരെ. കില്ലർ മോഡൽ എന്നാണ് ഇവർ പറയുന്നത്. അതായത് പെട്ടെന്ന് നമുക്ക് മറ്റുള്ളവനെ കോമ്പറ്റീറ്ററെ തകർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മോഡൽ. അതാ പുള്ളി പറഞ്ഞ് ഏതായിനകത്ത് ഇരിക്കുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. പറഞ്ഞ് മനസ്സിലായില്ലേ? ഏതെന്ന് അടിച്ചു നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കാരണം ഇവരിന്ന് തൊമ്മനെ വെച്ചാൽ നാളെ മറിയാമ്മ വെക്കും, മറ്റന്നാൾ മറ്റൊരു. ഇനി ഇതിൻ്റെ അടിയിലൊരു ടേംസ് ആയിട്ട് ഇവർ ഈ ഇതിനകത്ത് ടേംസ് നോഹോയിൽ പറഞ്ഞിട്ടുണ്ട്, സാധനങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് ഞങ്ങൾ ഇതിനകത്തെ പാർട്സ് എപ്പോൾ വേണം മാറ്റാം. മോഡൽ മാറിയെന്നോർത്ത്, മോഡൽ സെയിം ആണെന്നോർത്ത് സെയിം സാധനമാണെന്ന് ഇല്ല. അങ്ങനെയുള്ള കുറേ ലോസൊക്കെ വെച്ചുള്ള കളിക്കുന്നത്. എല്ലാ കമ്പനിയും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ അതുകൊണ്ടാണല്ലോ വിശ്വസിക്കാവുന്ന കമ്പനികളെ നോക്കി നമ്മൾ വാങ്ങുന്നത്. എപ്പോഴും ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ പറയുന്നില്ല. നേരിട്ട് മേടിക്കുന്ന സെറ്റുകളും കേടാകാറുണ്ട്, ഓൺലൈനിൽ മേടിക്കുന്നതും കേടാകാറുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഒരു ഭാഗ്യം. ചിലപ്പോൾ ഇത് അവിടെ ഇരുന്നോളും, ചിലപ്പോൾ വർഷങ്ങൾ ഇരുന്ന് ഒരു കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്ന. ഞങ്ങൾ പണ്ട് കോൺവെക്സ് എന്ന് പറഞ്ഞൊരു ടി വി ഇട്ടായിരുന്നു, കോൺവെക്സ്. ഇതുവരെ പാനലും പോയിട്ടില്ല, ഒന്നുമില്ല. വളരെ ചുരുക്കമായിട്ടുള്ള, അത് 100 പീസ് ഉണ്ട്, 1-2 പീസ്, അതൊക്കെ ഒരു സ്വാഭാവികമായിട്ട് കംപ്ലൈൻറ്റ് റേഷ്യോ ആണ്. അത്ര അതിന് വന്നിട്ടുള്ളൂ. ഇപ്പോഴും അതിൻ്റെ റിമോട്ട് ചോദിച്ച ആൾക്കാർ വരുമ്പോൾ ഞാൻ ചോദിക്കും എങ്ങനെയുണ്ട്, ഒരു കുഴപ്പമില്ല, ഇതുവരെ ഒരു കംപ്ലൈൻറ്റും ഇല്ല. അത് കഴിഞ്ഞ് കൊടുത്ത പല ബ്രാൻഡഡ് ടി വികളും പോയി, ഇത് പോയിട്ടില്ല. അതൊക്കെയാണ് നമ്മുടെ ഒരു ഭാഗ്യം. അതാണ്. അതെ. ഇപ്പം അങ്ങനെ ഒത്തിരി പേരിങ്ങനെ പറയുന്നുണ്ട്. ബ്ലൂ പന്ത് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. അല്ല ഞാൻ പറഞ്ഞതേ, ഒത്തിരി പേര് ദിവസം കഴിഞ്ഞ് പോയി, 2 ദിവസം, 1 മാസം കഴിഞ്ഞ് പോയി, 2 മാസം കഴിഞ്ഞ് ഈ ടി വി കേടായി. വാറണ്ടി പീരീഡിൽ എന്തോ ഒരു ലോക്കിംഗ് പീരീഡ് പോലെ വെച്ചിട്ട് ഈ വാറണ്ടി പീരീഡ് കഴിയുമ്പോൾ ഈ സാധനം കേടാകുന്ന ഒരവസ്ഥ. എന്റെ ഇതുപോലെ ഞാൻ ഇവിടുന്ന് മേടിച്ച MIയുടെ 65 ഇഞ്ചിന്റെ ഒരു ടി ഓക്സിജനിൽ മേടിച്ചത് 1 ഇയർ കഴിഞ്ഞാൽ ഭാഗ്യത്തിന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിന് മൊത്തം പോയി. MI 1 ഇയർ കൊണ്ടും പോയി. അത് 1 ഇയർ കൊണ്ട് പുതിയത്, പിന്നെ അവർ തന്നെ വാറണ്ടിയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് പുതിയത്. എക്സ്റ്റൻഡർ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് ചെയ്യുക. അപ്പോൾ അവർ ഇൻഷുറൻസ് ക്ലെയിം ചെയ്താൽ അവർ പൈസ കൊടുക്കുക. നമ്മൾ വണ്ടി ഇടിച്ചാൽ ഇത് വരുന്ന പോലെ തന്നെ. അങ്ങനെ എനിക്കത് പുതിയ കിട്ടി മൊത്തം. അതുകൊണ്ട് ഭാഗ്യം. അവർ കൊണ്ടുവന്ന് വെച്ച് തന്നു. LED ടി വി ഇപ്പോൾ സാധാരണക്കാരൻ മേടിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ വില കുറഞ്ഞ ചെറിയ ടി വികൾ മേടിക്കുമായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അവരുടെ പൈസ പോകുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള പ്രയാസം വരും. ഇപ്പോൾ ഒരാൾ വളരെ ആഗ്രഹിച്ചായിരിക്കുമല്ലോ ഒരു ടി വി മേടിക്കുന്നത്.
അപ്പോൾ ആദ്യം തന്ന തുടക്കത്തിലെ പണി കിട്ടി. അപ്പോൾ ആദ്യം തന്ന സാധനം കൂതറയും ആ, ഇപ്പം തന്നത് നല്ലതാണ്. അതല്ലേ പറഞ്ഞത്, ഇത് അഴിച്ചാലേ അറിയത്തുള്ളൂ ഇവൻ എന്ത് സാധനം അതിനകത്ത് വെച്ചിരിക്കുന്നു. 10 മറിയാമ്മയെ വെച്ചുണ്ടാക്കി, 10 തോമാച്ചനെ വെച്ചുണ്ടാക്കി, 10 മേരിക്കുട്ടിയെ വെച്ചുണ്ടാക്കി. ഞാൻ പാനലിൻ്റെ പേരാ പറഞ്ഞു, SR5 ഒരു ബ്രാൻഡ് പറയാം. അപ്പോൾ ഇതിൽ ഏതോ ഒരു 10 നല്ലതാണ്. ആ 10 സാറിന് കിട്ടിയ സാധനം ഓക്കെ. മറ്റേത് ഇപ്പം വന്നു കഴിഞ്ഞാൽ 4 വർഷമായിട്ട് ഒരു പ്രശ്നമില്ല. 5 രൂപയുടെ സാധനം, 10 രൂപയുടെ സാധനം, 15 രൂപയുടെ സാധനം വിൽക്കുമ്പോൾ 15ഉം 30 രൂപയായി. 30 രൂപ ആവറേജ് ആയില്ലേ, അതിൻ്റെ ആവറേജ് എടുത്ത് വിൽക്കും. ഇങ്ങനെയൊക്കെയാണ് കളിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ ഇപ്പോൾ 100% കമ്പനി അടിയെ പോകല. അപ്പോൾ അതിനകത്തുള്ള ഒരു സംഭവം, കമ്പനിയെ സംബന്ധിച്ച് നല്ലത് പറയാനും ഒരു 10 പേര് കാണും, മോശം പറഞ്ഞ 10 പേരെക്കാളും 15 പേര് ചിലപ്പോൾ നല്ലത് പറഞ്ഞ് കാണും. എൻ്റെ ടി വിക്ക് കുഴപ്പമൊന്നുമില്ല, അത് നിങ്ങൾ ഉപയോഗിച്ചതിൻ്റെ കുഴപ്പമല്ല, നിങ്ങളുടെ സ്ഥലത്തിൻ്റെ കുഴപ്പമാണ്. നിങ്ങളത് ഭിത്തിയെ വെച്ചിട്ടാ, അല്ല കാലയെ വെച്ചിട്ടാ, അല്ലെ വലിയ പിള്ളേരും പോയി വന്തി കാണും, അല്ലെ വെള്ളം വെച്ച് തുടച്ച് കാണും. പറയാൻ 100 എക്സ്ക്യൂസാണ്. പക്ഷെ ഇതൊന്നും അല്ല കാരണം. ഈ ഉപയോഗിച്ചിരിക്കുന്ന സാധനത്തിന് അതേ ക്വാളിറ്റിയുള്ളൂ. ഞാൻ ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. പിള്ളേര് രാവിലെ 7 മണിയാകുമ്പോൾ റെഡിയാവും. അതെ. അപ്പം 7 മണിയാകുമ്പോൾ ഇപ്പം ഞാൻ പറയാം, ഇവിടെ വാരിയാനിക്കാടില്ലേ, പെണ്ണാക്കാട് അങ്ങോട്ട് 2 കിലോമീറ്റർ കയറി ചെറ്റോട് വന്ന വഴി, അവിടെ ക്യാമ്പുണ്ട് കേട്ടോ. വിനോദ് എന്ന് പറഞ്ഞൊരു ഓട്ടോ ഡ്രൈവറാണ് ഇവരെല്ലാം മാനേജ് ചെയ്യുന്നത്. 800 രൂപയേ ഉള്ളൂ. 7 മണിക്ക് നമ്മൾ കാറിലാണ് ആൾക്കാർ വന്ന് ക്യൂവാ, 2, 3, 4 പേരെ എടുത്തുകൊണ്ട് പോകുന്നു, ഇവിടെ പണിയെടുപ്പിക്കുന്നു. 7 മണിക്ക് അവർ പണി തുടങ്ങിയാൽ 10 മണി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന, 15 മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം കൊണ്ട് ഒരു ദിവസത്തെ നമ്മളെ നാട്ടുകാർ ഒരു ദിവസം പണിയുന്ന പണി, 9 മണി 15 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ബ്രേക്ക്, അരമണിക്കൂർ ബ്രേക്ക്, അത് കഴിഞ്ഞ് 4 മണിയാകുമ്പോൾ അവരുടെ പണി തീരും. നമ്മുടെ ഇവിടുത്തെ ഒരു 4 പേരുടെ പണി. ഇന്നലെ ഞങ്ങൾ കണ്ടു ഈ പശുവിനെ കൊണ്ടുപോകുന്ന, നമ്മൾ പശുവിനെ എരുമയൊക്കെ കൊണ്ടുപോകുന്നൊരു ലോറി പോലത്തെ വണ്ടിയില്ലേ, അതിൽ ഇവന്മാർ, ഞാൻ എൻ്റെ വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, നിറച്ച് കുത്തി തിരിഞ്ഞ് ഇവന്മാരെ കൊണ്ടുപോകാം. നമ്മുടെ മലയാളികളെ ഗൾഫിൽ പണ്ടൊക്കെ ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്, ലേബർ ക്യാമ്പിൽ നിന്ന് കൊണ്ടുപോകുന്ന അതുപോലെ കുത്തി തിരിയുന്ന ഒരു 10-30 എണ്ണം ഉണ്ട്. എല്ലാത്തിനെയും കൂടെ ഒരു വേലി കെട്ടിയ വണ്ടിക്കകത്ത് കൊണ്ടുപോകുന്നു. നമുക്ക് കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു പ്രയാസം തോന്നും. മൃഗങ്ങളെ കൊണ്ടുപോകുന്ന പോലെ, അതുപോലെ മൃഗങ്ങളെ കൊണ്ടുപോകുന്ന വണ്ടിയാണ് അത്, പശുവിനെ കൊണ്ടുപോകുന്ന വണ്ടിയാണ്. അത് കാറ് നമ്മൾ അവിടുന്ന് കൊണ്ടുപോകുന്നു. ഇത് പണിക്കാർ മറ്റന്മാർ കൊണ്ടുപോകുന്ന കൈത കൊണ്ടുപോയതായിരിക്കും. ശരിയായിരിക്കും, കൈത കൊണ്ടുപോയതായിരിക്കും. സൈറ്റിൽ കൊണ്ടുപോകുന്നു, കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോകുന്നു, അങ്ങനെ പോകുന്നു. അല്ലെ മുതലാകല അവർക്ക്.